അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവരെല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. നല്ല അടിപൊളിയായ ഫിഷ് കറി റെസിപ്പി ആയിട്ട് വന്നിനാ ഞാൻ. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൻ്റെ ഫിഷ് കറി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാനൊരു മീഡിയം സൈസിൻ്റെ അയില എടുത്തിന്. അപ്പോൾ ഈ അയിലനെ ഞാൻ കട്ടാക്കിയിട്ട് ക്ലീനാക്കി വാഷാക്കിയിട്ട് എല്ലാം വെച്ചിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്കായിട്ട് മസാല റെഡിയാക്കുന്നത്. മസാല കൂടെ ഞാൻ ബനാല വെച്ചിന്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെച്ചിന്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ബഡസപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഓനിയൻ ഇട്ട് കൊടുക്കുക. ഓനിയൻ എടുത്തിന്. അപ്പോൾ ഓനിയനെ കുറച്ച് ഫ്രൈ ആക്കാം. സബ്സ്ക്രൈബ് ആക്കാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കണം. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റിൻ്റെ സ്മെല്ല് പോകത്തോടെ നമുക്ക് ഫ്രൈ ആക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ചിട്ട് നല്ലോണം വേവണം, അല്ലെങ്കിൽ നല്ലൊരു ബാടിയ പലാവണം. ഇപ്പം നല്ല വാടിയ പലാവിന് അങ്ങനെ വാടി വരുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് മുളക് പൊടി, ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡർ എടുത്തിന്, കൊത്തമ്പാരി പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് പോകത്തോടെ നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയാൽ പിന്നെ നമ്മൾ ഒരു പാത്തി പിടി തേങ്ങ എടുത്തിന് ഞാൻ അതും ഇട്ട് കൊടുക്കുന്നതിലേക്ക്. ഇട്ടിട്ട് നല്ല 4-5 നിമിഷം നല്ലോണം ഫ്രൈ ആക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ആക്കി കഴിഞ്ഞ് ഇനി ഇതിന് ഞാൻ മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് തണ്ണിയും ചെയ്തിട്ട് ഇതിന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ മിക്സി ജാറിലൊക്കെ ഇതിനെ ഇട്ടുകൊണ്ടുണ്ടോ. ഇനി നമുക്ക് ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുക്കാം. അപ്പം മീനിക്കുള്ള മസാല ഇവിടെ റെഡി ആയിനി. ഇപ്പം ഞാനിത് മണ്ണിൻ്റെ ചട്ടി വെച്ചിന്. ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലാക്കുന്ന ഇപ്പം കറി. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിന്. ഇതിലേക്ക് ഞാൻ ഓനിയൻ ഇടുന്നു. ആദ്യത്തെ ഓനിയനെ ഞാൻ റെഡിയാക്കി വെച്ചിന്. അതിനോട്ട് വെക്കാം. കറിച്ചപ്പിടുന്നു. രണ്ട് കായമുളക് ഇടാം. പാതി ടൊമാറ്റോ നല്ലോണം ഫ്രൈ ആക്കാം. ഇനിതാ അരച്ച് വെച്ച മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം മിക്സാക്കാം. കുറച്ച് ചൂടാക്കാം മസാലനെ.
ഉപ്പിട്ട് കൊടുക്കലേക്ക് ടേസ്റ്റിന് വേണ്ടത്ര ഉപ്പ് ഞാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മസാല നല്ലതായിട്ട് ചൂടാവണം. ഇനി പുളിൻ്റെ തണ്ണി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് തണ്ണി ഒഴിച്ച് കൊടുക്കലേക്ക്. എത്ര തണ്ണി വേണോ അത്ര തണ്ണി നമ്മൾ ഒഴിച്ച് കൊടുക്കലേക്ക്. കുറേ തണ്ണിയല്ല, നമുക്ക് എത്ര ഞാൻ ആവശ്യമുണ്ട് അത്ര തന്നെ ഒഴിച്ച് കൊടുക്കുക. അന്താജിക ആക്കിന് ഇനിയിപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് പഴപ്പിക്കാം. അതിൻ്റെ പിന്നെ മീനിടാം. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് പഴപ്പിക്കാം. അതിൻ്റെ പിന്നെ മീനിടാം. അപ്പോൾ കറി പഴക്കുന്നു. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട ശേഷം പിന്നെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം പാക്കറ്റ് മീൻ വേവണമല്ലേ, അവിടത്തോളം കുറച്ച് പാക്കറ്റ്. ഇനി നമുക്കിലേക്ക് കൊത്തമ്പാരി ചുപ്പിട്ട് കൊടുക്കാം. എന്നാൽ മീൻ കറി റെഡിയായി. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കി നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.